ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ കുറുമയാണ്. ഇത്തിരി സ്പെഷ്യൽ ചിക്കൻ കുറുമയാട്ടോ. നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത നല്ല കുറുകിയ ചാറോടുകൂടി നല്ല ടേസ്റ്റോടു കൂടി ഒരു നാടൻ ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കുറുമയാണ്. ഈ കുറുമ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഐറ്റം അപ്പമാണല്ലേ, പാലപ്പോ വെള്ളയപ്പോ. അപ്പത്തിനോട് നല്ലൊരു കോമ്പിനേഷനാണ് കുറുമ. അതേപോലെ തന്നെ ചപ്പാത്തിക്കായാലും പത്തിരിക്കായാലും ഇടിയപ്പത്തിനായാലും എല്ലാത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 കിലോ ചിക്കൻ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ടയും 2-3 ഏലക്കയും പിന്നെ ഒരു 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ. നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ കറിക്കും നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിൻ്റെ നിറം ഒന്ന് മാറി ചെറിയ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഉപ്പാകാതെ നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാൻ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി സവാളയൊക്കെ നല്ല ബ്രൗൺ ഷെയ്ഡിൽ വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചിക്കനിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് മഞ്ഞൾപ്പൊടി സവാളയിലേക്ക് കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാ എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചിക്കൻ മസാല പൗഡറാണ്. അത് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 3 തക്കാളി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്തുടഞ്ഞ് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ നല്ലതാട്ടോ. പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. അതേപോലെ അടിയിൽ കരിഞ്ഞു പിടിക്കത്തുമില്ല, പൊടികൾ അടിയിൽ കരിഞ്ഞു പിടിക്കത്തുമില്ല. അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാൻ വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ആ മസാല ഇരുന്ന പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ച് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം, അതായത് വറുത്തരച്ചൊരു മണം സ്മെല്ല് വരും കേട്ടോ. കാരണം നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് അല്ല, ആ ഒരു മണം വരും. ടേസ്റ്റ് ഇപ്പോൾ അറിയത്തില്ലല്ലോ, കറിയായിട്ടില്ലല്ലോ. എന്നിട്ട് ആ മസാല വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ അരപ്പും ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അപ്പം വേറെ പാത്രം മാറ്റണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ സൗകര്യമുള്ള പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സവാളയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ചിക്കനും ഉപ്പുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പം വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഒരൈറ്റം കാഷ്യൂ ആണ്. ഞാൻ 1/2 കപ്പ് കാഷ്യൂ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് ആയിട്ടോ. എന്നിട്ട് ഇത് വെള്ളത്തോടൊപ്പം തന്നെ അരച്ച് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ച് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം മിക്സി അരച്ച കാഷ്യൂ അരച്ച ജാറും കൂടെ കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് കുരുമുളക് പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഞാൻ ലാസ്റ്റ് ചേർക്കുന്നത് ഇതിൻ്റെ ഫ്ലേവറും ആ ഒരു ടേസ്റ്റും മുന്നിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ അവസാനം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. അതും ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തുള്ളൂ. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. പിന്നെ ലാസ്റ്റായിട്ട് ഒഴിച്ചുവിടാൻ പറ്റാത്ത മറ്റൊരു കാര്യം ഈ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ വറുത്തിടുന്നതാണ്. അതും കൂടെ വറുത്തിടുമ്പോഴാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ചിക്കൻ കുറുമയുടെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും മണവും എല്ലാം കിട്ടുന്നത് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ എല്ലാവരും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ഒന്ന് കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു വരുന്നത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറന്നു പോലെ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.